പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. നല്ലൊരു മൂവിയാണ്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളൊക്കെ എന്താണെന്ന് കുറേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ട് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പെർഫോമൻസ് നൈസാണ്. അതായത് ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് ബാൻഡ്രയും തങ്കമണിയും അങ്ങനെ കെയർടേക്കറൊക്കെ പോലെ ഒരുപാട് പടം ഞാൻ ഒരുപാട് പ്രതീക്ഷ വെച്ച് കാണാൻ പോയിട്ട് നിരാശ സമ്മാനിച്ചായിരുന്നു. എനിക്ക് എന്തോ ദിലീപേട്ടൻ എന്താണ് ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ആ കംബാക്കിന് ഒരു വലിയൊരു പടമാണെന്നൊന്നും പറയാനുള്ള, അതിൽ അമിത അടിപൊളി ഗംഭീരമായിട്ടുള്ളൊരു മൂവി എന്നൊന്നും പറയാനുള്ള. പക്ഷെ ദിലീപേട്ടൻ്റെ എല്ലാ മാനറിസങ്ങളും നമ്മൾ പഴയ നമ്മുടെ ഒരു കുറേ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ദിലീപേട്ടനൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അതായത് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ദിലീപേട്ടൻ്റെ ആ ഒരു നമ്മുടെ ബോഡി ഗാർഡിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പ്രഷനും നമുക്ക് ദിലീപേട്ടനും ഒക്കെ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇമോഷണലി നമുക്ക് വിഷമം വരും. അതുപോലെ തന്നെ ഇതിൽ മഞ്ജു പിള്ള ചേച്ചി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉർവശി ചേച്ചി ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. ആ ഒരു സീൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല മെസ്സേജാണ് ഉർവശി ചേച്ചിയുടെ ഒരു സ്പീച്ചിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ സിദ്ദിഖയുടെ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിന്ദു പനക്കർ ചേച്ചി അമ്മവേഷം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ചെറിയ ഒരു അനിയൻ റോളാണ്. പക്ഷെ ഒരുപാട് റോളൊന്നുമില്ല. അതായത് വന്ന സീൻസിലൊക്കെ ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ റോളില്ല ആക്ച്വലി ധ്യാൻ ശ്രീനിവാസന്. പക്ഷെ അത്യാവശ്യം ആൾ വന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇത് മുഴുനീള ദിലീപേട്ടൻ മൂവി. ഫസ്റ്റ് ഹാഫ് മൊത്തം ഫൺ മൂഡ്, സെക്കൻഡ് ഹാഫ് ഒരു സെൻറ്റിമെൻറ്റ് മൂഡിലേക്ക് നമ്മൾ പോവും. അങ്ങനെ ആ ഒരു എന്താണ് ആ സിനിമ പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അത് എനിക്ക് പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ആയിട്ടുണ്ട് ഒരുപാട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ലൈഫ് പോലെയല്ല ഈ വ്ളോഗേഴ്സിൻ്റെ ലൈഫ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരുടെ ലൈഫിൽ എങ്ങനെയാണ്, അവരുടെ സിറ്റുവേഷനിൽ എങ്ങനെയാണെന്നൊക്കെ, എങ്ങനെയായിരിക്കും ഒരു ഫാമിലിയിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. കോമിക്കായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വ്ളോഗേഴ്സൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആവും. അപ്പോൾ ആ ഒരു സംഭവങ്ങളും സീക്വൻസുകളും തമാശകളും സെൻറ്റിമെൻസും അവസ്ഥകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ നിങ്ങൾ വന്ന് വാച്ച് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ തന്നെ ദിലീപേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. കാരണം ഇതൊരു ഫാമിലി ഡ്രാമ ഫൺ മൂഡ് മൂവിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ദിലീപേട്ടനെ ഇതിൽ കാണാൻ പറ്റി. എന്തായാലും നിങ്ങൾ തന്നെ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.